മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ അറിയാറില്ല. അവരെങ്ങനെ മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുന്നു, അവരാരോടൊക്കെ സംസാരിക്കുന്നു, കൂട്ടുകൂടുന്നു എന്നൊന്നും നമ്മുടെ ശ്രദ്ധ അവിടേക്ക് എത്തില്ല. ചില കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് നമ്മളെ ഇൻഫോം ചെയ്യുമ്പോൾ നമ്മൾ അറിയും. എങ്കിലും ബാക്കി ഒരുപാട് കാര്യങ്ങൾ അപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ തന്നെ നിൽക്കുന്നുണ്ട്. ഒരിക്കൽ എൻ്റെ അടുത്ത് ഒരു ക്ലയന്റ് വന്ന് പറഞ്ഞു, അവരുടെ മോൾക്ക് സ്കൂളിൽ തീരെ ഫ്രണ്ട്സ് ഇല്ല, അവൾ ആരോടും സംസാരിക്കുന്നില്ല, അവളോടും ആരും സംസാരിക്കുന്നില്ല എന്ന്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് വരുന്നതെങ്കിൽ എൻ്റെ പേര് മാർജാൻ. ഞാനൊരു മൈൻഡ് പവർ ട്രെയിനർ ആണ്. ഇതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ കുട്ടി ചെറുതായപ്പോൾ തന്നെ ഒരുപക്ഷെ ഈ ഇൻട്രോവേർട്ട്നെസ് പുറത്ത് കാണിച്ചിട്ടുണ്ടാവും, പ്രകടിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ അന്ന് നമ്മൾ അത്ര കാര്യമാക്കി എടുത്തിട്ടുണ്ടാവില്ല. നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും അവളൊന്ന് വലുതായി, കൂടുതൽ കുട്ടികളുമായിട്ട് അല്ലെങ്കിൽ സ്കൂൾ മാറിക്കഴിഞ്ഞാലൊക്കെ അവളൊന്ന് ശരിയാവും, അവൾ കൂടുതൽ എനർജറ്റിക് ആവും, ഒന്നും കൂടെ സ്മാർട്ട് ആവും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ഇതൊക്കെ നെഗ്ലക്ട് ചെയ്ത് പോയി അവർ കുറച്ച് വലുതായി കഴിഞ്ഞ് ഇങ്ങനെ ഒരു പ്രശ്നം വന്ന് നമ്മളോട് പറയുമ്പോൾ, അതും സങ്കടത്തോടെ വേദനയോടെ പറയുമ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഗൗരവത്തിലെടുക്കുക. അതായത് ആരുമില്ലാതെ കുറേ മണിക്കൂറുകൾ നമ്മൾ സ്കൂളിൽ ചെലവഴിക്കുമ്പോൾ, ആരും സംസാരിക്കാനില്ലാതെ ഇരിക്കുമ്പോൾ ആ കുട്ടി അനുഭവിക്കുന്ന ഒരു ഒറ്റപ്പെടലിന്റെ വേദന വളരെ ആഴത്തിലുള്ളതായിരിക്കും. ചിലപ്പോൾ നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ കുട്ടിക്ക് ഇത്ര തന്നെ പ്രശ്നം ഉണ്ടാവില്ല. ആളുകളുമായിട്ട് അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മറ്റു അംഗങ്ങളുമായിട്ട് കുട്ടി ഇടപഴകാറുണ്ടാവാം. പക്ഷേ പുറത്തു പോയാൽ ഇതായിരിക്കില്ല അവരുടെ സ്ഥിതി. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്നും അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സജഷൻസ് കൊടുക്കും. ടീച്ചേഴ്സുമായിട്ട് ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മൾ ഇടപെട്ടിട്ട് ചിലപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനൊക്കെ ആക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു സജഷൻ കൊടുത്തിട്ട് ഒരു മുൻകൈ എടുത്ത് പ്രവർത്തിക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. കുട്ടിക്ക് അതിനുള്ള കോൺഫിഡൻസും ഉണ്ടാവില്ല, അതേപോലെ അതിനുള്ള ധൈര്യവും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഒരുപാട് പുഷ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ ഈ ഒരു പ്രശ്നത്തിന്റെ റൂട്ട് കോസ് കണ്ടെത്താൻ നമ്മൾ വിശദമായിട്ടുള്ള ഒരു പരിശോധനയ്ക്ക് തന്നെ തയ്യാറാവേണ്ടതാണ്. അത് നമ്മുടെ പാരന്റിങ്ങിന്റെ കുഴപ്പമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ആത്മപരിശോധന നടത്താൻ തയ്യാറാവണം എന്നുള്ളതാണ്. നമ്മൾ എങ്ങനെയായിരുന്നു ആ കുട്ടിയോട് പെരുമാറിയിട്ടുണ്ടായിരുന്നത്, എങ്ങനെ ബിഹേവ് ചെയ്തു, അവളെ എങ്ങനെയാണ് വളർത്തിയത്, അവളോട് എങ്ങനെയാണ് സംസാരിച്ചിരുന്നത്, അവൾക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഫ്രീഡം കൊടുത്തിട്ടുണ്ടായിരുന്നു, അവളെ നമ്മൾ അടിച്ചമർത്തിയിട്ടുണ്ടായിരുന്നു. ഇതേപോലെ നമ്മുടെ ഒരു പാരന്റിങ് സ്റ്റൈലിനെ നമ്മൾ വിശദമായിട്ട് തന്നെ അനലൈസ് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. മറ്റു സാഹചര്യങ്ങൾ കൊണ്ടൊന്നുമല്ല കുട്ടിയിൽ ഈ പ്രശ്നം വന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതൊരു പാരന്റിങ് സ്റ്റൈലിന്റെ പ്രശ്നം തന്നെയായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ ചെറുപ്പകാലത്തേക്ക് പോയിട്ട് ഓരോ ഏജിലും ആ കുട്ടി എങ്ങനെയായിരുന്നു ബിഹേവ് ചെയ്തത്, എൻ്റെ മോഡ് ഓഫ് പാരന്റിങ് സ്റ്റൈൽ എന്തായിരുന്നു എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. എന്ന് മുതലാണ് നല്ലോണം കളിച്ച് ചിരിച്ച് നടന്നുകൊണ്ടിരുന്ന ആ കുട്ടിയിൽ ഇങ്ങനെയുള്ളൊരു മാറ്റം പ്രകടമായി വന്നത് എന്നൊക്കെ നമ്മൾ ഡീപ്പായിട്ട് തന്നെ അനലൈസ് ചെയ്ത് തുടങ്ങണം. ഇതൊരിക്കലും പെട്ടെന്നുണ്ടായ ഒരു മാറ്റമായിരിക്കില്ല, ഗ്രാജുവലി സംഭവിച്ചതായിരിക്കാം. ഇനി പെട്ടെന്നുണ്ടായ മാറ്റങ്ങളാണെങ്കിൽ തന്നെ അത് ഏത് ഏജിൽ നടന്നു, എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നമ്മൾ അന്വേഷിക്കാനും അതിനെ പഠിക്കാനും നമ്മൾ തയ്യാറാവണം. ഇവിടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാനും ഗൈഡ് ചെയ്യാനും പറ്റുന്നത് അവരുടെ പാരൻസിന് തന്നെയാണ്. എന്നാൽ ഇതൊന്നും ചെയ്യാൻ സാധിക്കാതെ സ്വന്തം സാഹചര്യങ്ങളുടെ കെട്ടുപാടുകളിൽ കുടുങ്ങിക്കിടക്കുന്നവരാണെങ്കിൽ, ഒരുപാട് ട്രോമാസ് കിട്ടി വളർന്ന് ഒരു പാരന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ തനിക്ക് നല്ലൊരു പാരന്റിങ് സ്റ്റൈല് മോഡൽ ചെയ്യാൻ പറ്റാത്തൊരു പാരന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവരാണ് ഫസ്റ്റ് ഹീൽ ചെയ്യേണ്ടതും അവരെ കറക്റ്റ് ചെയ്യേണ്ടതും. ഇവർ കറക്റ്റ് ചെയ്ത് ഹീൽ ചെയ്ത് വരുമ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ ആ കുട്ടിയിലും പ്രകടമായിട്ട് തുടങ്ങും. അപ്പോൾ കുട്ടിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ ആ പാരന്റിൽ നിന്നാണ് നമ്മൾ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പാരന്റിൽ നിന്നാണ് നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടത്. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട്, പല സാഹചര്യങ്ങൾ കൊണ്ട് പലതും പറഞ്ഞു പോയിട്ടുണ്ടാവും, പലതും കുട്ടിയെ ചെയ്തു പോയിട്ടുണ്ടാവും. ഈ പറഞ്ഞതും ചെയ്തതും ഒക്കെ ചിലപ്പോൾ ചെറിയ ചെറിയ വാക്കുകളിലൂടെ ആവാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ അടികളിലൂടെ ആവാം. വെറുതെ ഒന്ന് ദേഷ്യം പിടിച്ച് തല്ലി അതൊരു റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു സംഭവം ആ കുട്ടിയിൽ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ, ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് തന്നെ മതിയാവും ആ കുട്ടിയെ ഇൻട്രോവേർട്ട് ആക്കി മാറ്റാൻ. ഈ ഒരു പാരന്റ് നിരന്തരം ഈ ഒരു ചെയ്തികളിലൂടെയാണ് പോകുന്നതെങ്കിൽ ആ പാരന്റും ഇതേ ഒരു പ്രൊസീജിയറിലൂടെ, ഇതേ ഒരു പാരന്റിങ് സ്റ്റൈലിലൂടെ ചിലപ്പോൾ കടന്നു വന്നിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ജീവിതത്തിൽ കടന്നു പോകുന്ന എന്തെങ്കിലും കടുത്ത നിരാശയിലൂടെയോ അല്ലെങ്കിൽ ജീവിത പ്രശ്നത്തിൻ്റെയോ പേരിൽ അവരുടെ മനസാന്നിധ്യം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഏറ്റവും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പാരന്റിന്റെ ഇമോഷണൽ ന്യൂട്രാലിറ്റിയാണ്. ഒരു പാരന്റ് ഇമോഷണൽ ന്യൂട്രാലിറ്റിയോട് കൂടി കാര്യങ്ങൾ സമീപിച്ചാൽ മാത്രമേ നമ്മൾക്ക് ഇതിന് ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പാരന്റിന്റെ സൈഡിൽ നിന്നുള്ള ബിഹേവിയർ, സ്വഭാവം, പാരന്റിങ് സ്റ്റൈല്,
സംസാരിക്കുന്ന രീതി, അപ്രോച്ച് ചെയ്യുന്ന രീതി എല്ലാം മാറ്റേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ പാരന്റിന്റെ സൈഡിൽ നിന്നും കുട്ടികൾ അർഹിക്കാത്ത രീതിയിലുള്ള ഒരു പാരന്റിങ് സ്റ്റൈലാണ് അവർക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ ആ കുട്ടിയിൽ ഞാൻ സേഫ് അല്ല, ഞാൻ പ്രൊട്ടക്റ്റഡ് അല്ല എന്നൊരു ഫീലിംഗ് അവരിൽ ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റിയ ഒരിടമായ വീട്ടിൽ നിന്നും, സ്വന്തം മാതാപിതാക്കളിൽ നിന്നും ആ കുട്ടിക്ക് ഇങ്ങനെയുള്ള ഒരു ഫീലിംഗ് അല്ല കിട്ടിയതെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റി ആ കുട്ടിയിൽ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് മാറ്റേണ്ടത് ഒരു പാരന്റ് എന്ന നിലയിൽ അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിനവർ മാറി ചിന്തിക്കാൻ റെഡിയാണ്. തൻ്റെ കുട്ടിക്ക് ഇണങ്ങിയ, അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അനുയോജ്യമായ നല്ലൊരു പാരന്റായിട്ട് മാറാനുള്ള എഫേർട്ട് അവരെടുക്കണം. അതിനു വേണ്ടിയിട്ട് അവർ പ്രയത്നിക്കണം. കാരണം പാരന്റിങ് എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റിയാണ്. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്താനും അവരുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേൾക്കാനും നമ്മുടേത് പങ്കുവെക്കാനും നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കണം. ഒരു കുട്ടിയെ ഏറ്റവും മികച്ചതാക്കാൻ, അവരെ സപ്പോർട്ട് ചെയ്യാൻ, അവരെ ഗൈഡ് ചെയ്യാൻ, അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ഒരു പാരന്റിനേക്കാളും മികച്ച ഒരാൾ ഈ ലോകത്തില്ല. ഒരു പാരന്റ് നന്നായാൽ, അവർ ആ കുട്ടിയുടെ പാരൻസ് നന്നായാൽ പിന്നെ ആ കുട്ടിക്ക് തൻ്റെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ പാരന്റിങ് കൊണ്ട് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ കാരണം ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പാരന്റിങ് സ്റ്റൈൽ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ do contact me. Anyways, thank you so much for watching this video. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട് എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു കാര്യം എത്തിക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.